കോഴിക്കോട് ബാലുശ്ശേരിയിൽ ക്വാറിക്കെതിരായ സമരത്തിൽ 16 പേർ അറസ്റ്റിൽ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ക്വാറിയിൽ നിന്ന് പാറക്കല്ല് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന അജി കുഞ്ഞുമോൻ കോഴിക്കോട് ചെയ്യുന്നു. അജി, ഈ പറഞ്ഞ കോടതി ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുന്ന ക്വാറിയാണെന്ന് ഉടമകൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം അവിടെ നിന്ന് പാറ കൊണ്ടുപോകാനാകില്ലെന്ന ജനകീയ സമിതി പ്രതിഷേധം. ഇപ്പോൾ എന്തൊക്കെ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? എന്താണ് ക്വാറിയുടെ പ്രവർത്തന സ്റ്റാറ്റസ്? സുഹൈൽ അമൃത, ഈ ബാലുശ്ശേരി കോക്കല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഈ കോക്കല്ലൂർ ഗ്രാനൈറ്റ് ക്വാറിയിൽ നിന്നാണ് ഈ പാറക്കല്ല് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തലത്തിലുള്ള ഒരു സംഘർഷവും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ തലത്തിലുള്ള സമരം നടക്കുകയാണ്. ഇന്ന് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇന്ന് വലിയ സംഘർഷം ഈ മേഖലയിൽ ഉണ്ടായി. ജനകീയ സംരക്ഷണ സമിതി പ്രവർത്തകരും പോലീസുമായിട്ട് വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായി. മാത്രമല്ല, ഈ 16 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 16 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഈ പാറക്കല്ല് കൊണ്ടുപോകുന്നത് ഈ കോടതി ഉത്തരവ് പ്രകാരമാണ് എന്നാണ് ഉടമകളുടെ നിലപാട്. അതനുസരിച്ച് പോലീസിന്റെ സംരക്ഷണം അടക്കം തങ്ങൾക്ക് വേണമെന്നാണ് ഉടമകൾ പ്രധാനമായും പറയുന്നത്. സമരക്കാരായി 26 പേരെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 26 പേരെ, അതായത് ഈ ലോറി തടഞ്ഞിട്ട 26 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷമാണ് കഴിഞ്ഞ ഒരു മാസമായി ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. സുഹൈൽ അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.